ഹലോ ഫ്രണ്ട്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള അഫിലിയേറ്റഡ് കോളേജുകളിൽ അലോട്ട്മെൻറ്റ് മുഖേനയുള്ള PG 2020 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരും. അതിനു മുൻപായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ളതാണ് ഈ വീഡിയോ. നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ PG ഓൺലൈൻ രജിസ്ട്രേഷൻ എങ്ങനെ ശരിയായ രീതിയിൽ പൂർത്തീകരിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡെമോ വീഡിയോ ട്യൂട്ടോറിയൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ www.cuonline.ac.in എന്ന വെബ്സൈറ്റിൽ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇൻഫർമേഷനും ഇതുവരെ വന്നിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ പ്രവേശന നിയമങ്ങളിൽ മാറ്റം വരാൻ സാധ്യതയില്ലാത്ത എന്നാൽ നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള അഫിലിയേറ്റഡ് കോളേജുകളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും CAP രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണം. CAP രജിസ്ട്രേഷൻ ഇല്ലാത്തവരെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിലോ അഡ്മിഷൻ പ്രോസസ്സിലോ പരിഗണിക്കില്ല. നോർമലി 2 ജനറൽ അലോട്ട്മെൻറ്റുകളും 2 സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളുമാണ് ഉണ്ടാവുക. അലോട്ട്മെൻറ്റിൻ്റെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ മാറ്റങ്ങൾ വന്നേക്കാം. രജിസ്ട്രേഷന് ശേഷം ആദ്യം തന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് ഉണ്ടാകും. അതിനുശേഷമാണ് 2 ജനറൽ അലോട്ട്മെൻറ്റ്സ് ഉണ്ടാവുക. നമ്മൾ നൽകിയ ഒരു ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതോടെ അതിന് താഴെയുള്ള എല്ലാ ഓപ്ഷൻസും ഓട്ടോമാറ്റിക്കലി ക്യാൻസലാകും. വേറെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ PGCAP യോഗ്യതാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഏതെങ്കിലും PG കോഴ്സിന് ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കരസ്ഥമാക്കി വെക്കേണ്ടതാണ്. അഡ്മിഷൻ സമയത്ത് ആവശ്യമുള്ള ഒന്നാണത്. ട്രിപ്പിൾ മെയിൻ വിദ്യാർത്ഥികൾ ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. പ്രവേശന യോഗ്യതയായി കണക്കാക്കുന്ന മാർക്കിൽ OBC OEC കാറ്റഗറിയിൽ പെടുന്നവർക്ക് 5% റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. SC ST വിദ്യാർത്ഥികൾക്ക് പാസ് മാർക്ക് മതിയാവും. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ, ലക്ഷദ്വീപിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ നിന്നുള്ളവർ, കാശ്മീർ വിദ്യാർത്ഥികൾ എന്നിവർക്കൊക്കെ സ്പെഷ്യൽ സീറ്റ് റിസർവേഷൻ ഉണ്ട്. കൂടാതെ സ്പോർട്സ് കോട്ടയിലും ഔട്ട്സ്റ്റാൻഡിംഗ് സ്പോർട്സ് കോട്ടയിലും ഒരു സീറ്റ് അഡീഷണലി ഉണ്ടാകാറുണ്ട്. ഇനി പറയാൻ പോകുന്നത് വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് കയ്യിൽ കരുതേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻസിനെ കുറിച്ചാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണിത്. ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ഇവയൊക്കെയാണ്: മുഴുവനായും പൂർത്തീകരിച്ച CAP രജിസ്ട്രേഷൻ പ്രിൻ്റ് ഔട്ട്, മാൻഡേറ്ററി ഫീ അടച്ചതിൻ്റെ റെസിപ്റ്റ്, അലോട്ട്മെൻറ്റ് കാർഡ് അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ്, ഇത് അലോട്ട്മെൻറ്റ് ലഭിക്കുമ്പോൾ സൈറ്റിൽ ലഭ്യമാകും, ഡിഗ്രി ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ്, ഗ്രേഡ് കാർഡ് അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ്, അവസാനം പഠനം പൂർത്തിയാക്കിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള TC, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, വേറെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വരുന്നവരാണെങ്കിൽ റിക്കഗ്നിഷൻ അല്ലെങ്കിൽ ഇക്വാലൻസി സർട്ടിഫിക്കറ്റ്, ഏതാണോ യോഗ്യതാ മാനദണ്ഡ പ്രകാരം പറയുന്നത് അത്, റിസർവേഷൻ സംബന്ധമായ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ്, നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, ഏതാണോ വേണ്ടത് അതൊക്കെ. ശ്രദ്ധിക്കുക, ഈ വർഷം മുതൽ BPL റിസർവേഷൻ ഇല്ല. അതിന് പകരം EWS റിസർവേഷൻ ആണ്. SSLC സർട്ടിഫിക്കറ്റ്, വെയിറ്റേജ് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് അലോട്ട്മെൻറ്റിന് ആധാരമായ ഇൻഡെക്സ് മാർക്കിൽ വെയിറ്റേജിന് അർഹതയുള്ളവരാരൊക്കെ എന്നാണ് ഇനി പറയുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തവർക്ക് സെലക്ഷൻ ഇൻഡെക്സ് മാർക്കിൻ്റെ മുകളിൽ 5% വെയിറ്റേജ് ലഭിക്കുന്നതാണ്. ഇല്ലിട്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം 1 വർഷം കംപ്ലീറ്റ് ചെയ്തവർക്ക് 5 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. NSS NCC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും വെയിറ്റേജ് ഉണ്ട്. രണ്ടും ഉള്ളവരാണെങ്കിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിന് മാത്രമേ വെയിറ്റേജ് കിട്ടൂ. 2 സർട്ടിഫിക്കറ്റും ഉള്ളവരാണെങ്കിൽ NCC ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അതിൻ്റെ ABC സർട്ടിഫിക്കറ്റിന് അഡീഷണൽ വെയിറ്റേജും ഉണ്ട്. ഡിഗ്രി ലെവൽ NSS സർട്ടിഫിക്കറ്റ് മാത്രമാണ് പരിഗണിക്കുക. NCC സർട്ടിഫിക്കറ്റ് ഏതും പരിഗണിക്കും. ഡിഗ്രി പാസ്സാവാൻ ഒന്നിലധികം ചാൻസ് എടുത്തവർക്ക് ഇൻഡെക്സ് മാർക്കിൽ കുറവ് വരും എന്നും അഡ്മിഷൻ റൂളിലുണ്ട്. ഇനിയുള്ളത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. അതിൽ മാറ്റം വരാൻ സാധ്യതയുള്ളതിനാൽ വിശദീകരിക്കുന്നില്ല. ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക, യൂണിവേഴ്സിറ്റിക്ക് അഡ്മിഷൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് മാറ്റം കൊണ്ടുവരാനും സാധിക്കും. PGCAP 2020 നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ, പ്രോസ്പെക്ടസ്, ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നിവയെക്കുറിച്ചുള്ള ഡെമോ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. ബി സേഫ് ആൻഡ് ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.